മരുഭൂമിയിൽ നൂറുമേനി വിളയിച്ചെടുക്കുകയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ സ്വദേശി വിജയൻ പിള്ള. വിജയൻ പിള്ള മണ്ണിൽ തീർക്കുന്നത് വിസ്മയങ്ങൾ തന്നെയാണ്. തക്കാളി കൃഷിയിൽ വിജയൻ പിള്ള തീർത്ത വിസ്മയങ്ങൾ നമ്മൾ മുമ്പേ കണ്ടതാണ്. ഇപ്പോഴിതാ പപ്പായ കൃഷിയിലും വിജയൻ പിള്ള തൻ്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. തായ്വാനിൽ നിന്നും കൊണ്ടുവന്ന റെഡ് ലേഡി എന്ന പപ്പായയിലാണ് വിജയൻ പിള്ള പരീക്ഷണങ്ങൾ തുടരുന്നത്. ഇപ്പോൾ പോകാം അല്ലൈനിലെ വിജയൻ പിള്ളയുടെ വിസ്മയ കാഴ്ചകളിലേക്ക്. അല്ലൈൻ ഒരു മരുപ്രദേശമായിരുന്നു. അത് പണ്ട്. ഇന്ന് അല്ലൈൻ UAEയുടെ പൂന്തോട്ടമാണ്. എവിടെയും പച്ചപ്പ് നിറഞ്ഞ പ്രദേശം. ഇവിടെയാണ് വിജയൻ പിള്ള തൻ്റെ കാർഷിക പരീക്ഷണങ്ങളുടെ തോട്ടം പണിതിരിക്കുന്നത്. നിറയെ പച്ചപ്പ് നിറഞ്ഞ തോട്ടം. ഇവിടെ കാർഷിക മേഖലയിൽ നാളെയുടെ ജനതയെ എങ്ങനെ സമ്പന്നമാക്കാമെന്നാണ് വിജയൻ പിള്ള പരീക്ഷിക്കുന്നത്. അതിന് കണ്ടെത്തിയ വഴികളിലൊന്നായിരുന്നു പപ്പായ കൃഷിയിലൊരുക്കിയ പരീക്ഷണം. തായ്വാൻ പപ്പായയാണ് വിജയൻ പിള്ള ഇതിനായി ഉപയോഗിച്ചത്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും നാടാണ് തായ്വാൻ. നമ്മുടെ പപ്പായയുടെ അത്രയും മധുരമില്ലെങ്കിലും തായ്വാൻ പപ്പായയ്ക്കും പ്രിയമേറെയാണ് ഗുണവും. പപ്പായ പോഷകസമൃദ്ധമാണ്. ഈ ഗുണങ്ങൾ തന്നെയാണ് വിജയൻ പിള്ളയെ പപ്പായ കൃഷിയിലേക്ക് ആകർഷിച്ചത്. കടുത്ത വേനലിൽ മറ്റൊരു കൃഷിയും സാധ്യമല്ല. പിന്നെ എന്തു ചെയ്യും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു പപ്പായ കൃഷിയിലെ പരീക്ഷണം. കൂടുതൽ ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ വരുന്ന ആൾക്കാരെല്ലാം ബ്ലഡ് പ്രഷറിൻ്റെ കംപ്ലയിൻറ്റ്, വിറ്റാമിൻ സിയുടെ കുറവുണ്ട്, ക്യാൻസർ വരുന്നുണ്ട്, ഐസൈറ്റ്, പിന്നീട് പൊണ്ണത്തടി എല്ലാവരുടെയും കോമൺ കംപ്ലയിൻ്റാണ്. പിന്നെ കാലിനകത്ത് ക്രാംസ് വരുന്നു, കാലിൽ മുട്ടുവേദന, ഇങ്ങനെ പല കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ പലതും റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവർക്കാർക്കും അത് കഴിക്കാൻ താല്പര്യമില്ല. അവർക്കെല്ലാം ഫ്രൂട്ടിനോടാണ് താല്പര്യം. അങ്ങനെ ഒരു ഫ്രൂട്ട് തേടിയിടുമ്പോൾ തൈവാൻ ഗവൺമെൻറ് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു റെഡ് ലേഡി പപ്പായയ്ക്ക് ഈ ഗുണങ്ങളെല്ലാം ഉള്ളതാണ്. അതെങ്ങനെ ഇവിടുത്തെ UAEയിൽ 50 ഡിഗ്രി ടെമ്പറേച്ചറിൽ ടോളറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം വരുന്നു. അവർ പറയുന്നത് 35 ഡിഗ്രിയാണ്. ആ വിത്ത് ഇവിടെ വരുത്തി, ആ വിത്ത് തൈവാനിൽ നിന്ന് വരുത്തിയിട്ട് ആ വിത്തിൽ പരീക്ഷണം നടത്തി 5 കൊല്ലമായിട്ട് ഒരു പിന്നാലെ കൂടി. അപ്പോൾ ബാംഗ്ലൂർ ഗവൺമെൻറ് ഇവിടെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് 35 പപ്പായ ഇതിൽ പിടിക്കുമെന്നാണ് ഒരു ഫസ്റ്റ് സീസണിൽ. പക്ഷേ നമുക്ക് 6 മാസം കൊണ്ട് ഒരു പപ്പായയിൽ 2 കിലോയുള്ള 90 കാ അതിൽ പിടിച്ച് കിടപ്പുണ്ടെന്ന് മാത്രമല്ല അടുത്ത 90 റെഡിയായിട്ട് നിൽപ്പുണ്ട്. മണ്ണിൽ നിന്ന് 4 ഇഞ്ച് 5 ഇഞ്ച് ഉയരത്തിലാണ് ആദ്യത്തെ പപ്പായ പിടിക്കുന്നത്. 6 മാസം കൊണ്ടാണ് ഈ അത്ഭുതകരമായ പപ്പായ ഇതിൽ പിടിച്ചിടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 50 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പപ്പായ ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് ആൾക്ക് ക്യാൻസർ പേഷ്യൻറ്റിന് ഈസി ആയിട്ട് അത് കഴിക്കാം. ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും അത് ഫ്രൂട്ട് ആയതുകൊണ്ട് ഇഷ്ടപ്പെടും. പിന്നെ ടൊമാറ്റോയിലുള്ളതും പപ്പായയിലുള്ളതും ടൊമാറ്റോയിലുണ്ടെങ്കിൽ ആ റെഡ് കളർ ലൈക്കോപ്പിനാണ്, അത് ആൻറ്റി ക്യാൻസറാണ്. പിന്നെ നല്ല ഐസൈറ്റ് കിട്ടാൻ സഹായിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് UAE നാഷണാലിറ്റിയിൽ നിന്നല്ല എല്ലാ ലോകത്തുള്ള എല്ലാവർക്കും ഇപ്പം ഫോളേറ്റ്സിൻ്റെ പ്രശ്നമുണ്ട്. പപ്പായ ആൾക്ക് സ്ത്രീകൾക്ക് പുരുഷന് ഫോളേറ്റ്സുടെ അമിതമായ തോതിൽ ഫോളേറ്റ്സ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരെണ്ണമാണ്. അതിനേക്കാൾ ഉപരി ബ്ലഡ് പ്രഷറിനേക്കാൾ അടുത്ത് പൊണ്ണത്തടി കുറയ്ക്കും. കാരണം അത് വാട്ടർ സൊല്യൂബിൾ ഫൈബർ ഇതിനകത്തുണ്ട്. അങ്ങനെ 10 തരത്തിലുള്ള മെഡിസിൻ പവർ, അതിശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻ്റ് ആർക്കും വീട്ടിൽ 6 മാസം കൊണ്ട് ഉണ്ടാകുന്ന മാത്രമല്ല ഫ്രൂട്ട് രൂപത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോഴെല്ലാവർക്കും അത് സ്വീകാര്യമാണ്. മറ്റു പലതും കഴിക്കുമ്പോൾ അതിന് എരിവ്, കയ്പ്, പുളിരസം, അത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതൊരു ഫ്രൂട്ടാണ്. 6 മാസം കൊണ്ട് 90 പപ്പായ കിട്ടിയ ഈസിയല്ലേ. പക്ഷേ ഒരു പ്രശ്നം, സാധാരണ നാച്ചുറലി വളർത്തിയാൽ പോരാ, മുരിങ്ങ ഇല ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ്. അടിപൊളിയായിട്ട് ചാണകത്തിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കിലോയെങ്കിലും മുരിങ്ങയുടെ ഇല ഇട്ടാൽ മാത്രമേ ഈ 2-2.5 കിലോ ഉള്ള പപ്പായയും ഈ 90 പപ്പായയും 6 മാസം കൊണ്ട് കിട്ടണമെങ്കിൽ മസ്റ്റ് മുരിങ്ങയില അടിപൊളിയായിട്ട് ചേർത്തിരിക്കും. അതാണ് എൻ്റെ സീക്രട്ട്. അപ്പോൾ ഈ മുരിങ്ങയില ഇടുമ്പോൾ ഇവിടുത്തെ 50 ഡിഗ്രി ടെമ്പറേച്ചർ താങ്ങാനുള്ള റെസിസ്റ്റൻസും അതിൻ്റെ ഇലയ്ക്ക് കിട്ടുന്നു.
ഇതെല്ലാം അത്ഭുതത്തിൻ്റെ പ്രധാന ഘടകം മുരിങ്ങയിലയാണ്. ഇതിവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴും ഒരാഴ്ച ഇത് അറച്ചു നിന്നു, പിടിച്ചില്ല. പിന്നെ മുരിങ്ങയില ഫെർമെൻറ്റ് ചെയ്ത വെള്ളം കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. തായ്വാനിൽ നിന്നുള്ള പപ്പായയുടെ വിത്ത് കൊണ്ടുവന്നു. അത് കൃഷി ചെയ്യാനുള്ള ഇടം തേടിയായിരുന്നു പിന്നെ അന്വേഷണം. സുഹൃത്തായ കോട്ടയം ഒളശ സ്വദേശി ജെയിംസ് സഹായിച്ചു. അങ്ങനെയാണ് അലൈനിൽ തന്നെയുള്ള ഒരു അറബിയുടെ തോട്ടത്തിൽ കൃഷിക്കുള്ള ഇടം കണ്ടെത്തിയത്. പപ്പായ ചെടികളുമായി ഒരു സായാഹ്നത്തിൽ വിജയൻ പിള്ള തോട്ടത്തിലെത്തിയപ്പോൾ ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് മുറുമുറുപ്പായിരുന്നു. ഈ കൊടും വേനലിൽ എങ്ങനെ കൃഷി ചെയ്യാൻ എന്നായിരുന്നു അവിടെ ചിന്ത. പപ്പായ പടർന്നു. വെറും 6 മാസത്തിനുള്ളിൽ കായിട്ടു. നിറയെ മുഴുത്ത പപ്പായകൾ. അത് കണ്ട് മനം നിറഞ്ഞത് വിജയൻ പിള്ളയ്ക്ക് മാത്രമല്ല, ഇവിടുത്തെ തൊഴിലാളികൾക്കുമാണ്. ഇപ്പോൾ വിജയേട്ടൻ എന്ത് പരീക്ഷണവുമായി വന്നാലും കൃഷി ചെയ്യാൻ ഒരുക്കമാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ഇതേ ഒരു വൈകിട്ട് 6 മണിക്ക് ശേഷം കുറച്ച് മുരിങ്ങ ഇത് പപ്പയുടെ തൈയായിട്ട് ഇവിടെ വന്നു. ഞങ്ങളുടെയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ സമയമായിരുന്നു. ഞങ്ങൾക്ക് വളരെ ദേഷ്യമുണ്ടായി. എങ്കിലും ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ പ്രായോഗിക്കൊണ്ട് ഈ കൃഷി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇന്ന് വലിയ വളർച്ചയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാര്യം ഈ സാധനം നശിച്ചു കഴിഞ്ഞാൽ ഇതിന് ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇങ്ങനെ വന്നിച്ചു കുറച്ച് മുരിങ്ങ വെള്ളമാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. എന്തൊരു സാധനം കൊണ്ടുവന്നു, അത് കലക്കി ഒഴിച്ചു. അതിന് ശേഷമാണ് ഇത് പപ്പായ വളരുന്നു. അപ്പം ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. ഇപ്പം നല്ല രീതിയിൽ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ അർബാവ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കും വളരെ സന്തോഷമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. ഇപ്പോൾ കൃഷി ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായി. നമ്മളിപ്പോഴും ടാങ്ക് നിറച്ച് അതിൻ്റെ സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിനോടിപ്പോൾ ഭയങ്കര താല്പര്യമാണ്. പപ്പായത്തോട്ടത്തിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് സമയമായിരിക്കുന്നു. ഇടവേള കഴിഞ്ഞ് വേഗം തിരിച്ചെത്താം. വെൽക്കം ബാക്ക്. ഇനിയും പോകാം വിജയൻ പിള്ളയുടെ റെഡ് ലേഡി പപ്പായത്തോട്ടത്തിലേക്ക്. പപ്പായ കൃഷിയുടെ വിജയം തന്നെപ്പോലും അതിശയിപ്പിക്കുന്നതാണെന്നാണ് വിജയൻ പിള്ള പറയുന്നത്. പപ്പായയുടെ പോഷകഗുണത്തെക്കുറിച്ച് പറയുമ്പോഴും വിജയൻ പിള്ളക്ക് 100 നാവ്. മുരിങ്ങയിലക്കകത്ത് എല്ലാ മെറ്റലുകളും 47 തരം ആൻറ്റി ഓക്സിഡൻറ്റും 36 തരം ആൻറ്റി ഇൻഫ്ലിമേറ്ററിയും 25 തരം മൾട്ടി വിറ്റാമിൻസും ബാക്കി എല്ലാ ചീലേറ്റ് ചെയ്ത മെറ്റലുകളും വാട്ടർ സൊല്യൂബിൾ ഫൈബർ രൂപത്തിൽ മുരിങ്ങയിലയിലുണ്ട്. ഇത് മനുഷ്യന് വലിയ ഗുണം ചെയ്യും. അതല്ലാതെ തന്നെ എല്ലാ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് മനുഷ്യൻ്റെ കോശങ്ങൾ വരുന്ന ആമിനോ ആസിഡ് വേണം. ഭൂമിയുടെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, 20 തരം ആമിനോ ആസിഡിൽ മുരിങ്ങയിലേക്ക് കിട്ടും. ഈ മുരിങ്ങയില മനുഷ്യൻ കഴിച്ചാൽ ഹെൽത്തിയാവും, മണ്ണിൽ വീണാൽ മണ്ണ് ഹെൽത്തിയാവും. അപ്പോൾ ആ മുരിങ്ങയില ഫെർമെൻറ്റ് ചെയ്ത് ആണ് ഇതിന് കൊടുക്കുന്നത്. ചില സമയത്ത് പച്ചില വിളയായിട്ട് കൊടുക്കും. പച്ചില വിളയായിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏത് ഡിഫിഷ്യൻസി കാണിച്ചാൽ ഫെർമെൻറ്റ് ചെയ്തിന് കൊടുക്കും. ഫെർമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ഉപ്പ്, 1 ഗ്രാം വാളംപുളി മിക്സ് ചെയ്തതിന് ശേഷം 1 കിലോ മുരിങ്ങയിലതിനകത്തിടും. 7-8 ദിവസം കൊണ്ട് അത് പച്ച കളറിൽ അതിൻ്റെ ക്ലോറോഫില്ല് കീപ്പ് ചെയ്തും കൊണ്ട് പച്ച നിറത്തിൽ ഫെർമെൻറ്റ് ചെയ്ത് കിടക്കുക. അത് ചെടിയുടെ മുട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഈ ചെറിയ പപ്പായ മരത്തിലാണ് ഇത്രയും ഏറെ പപ്പായകൾ മുറ്റി വിളഞ്ഞു നിൽക്കുന്നത്. ഒരു മരത്തിൽ ഏതാണ്ട് 90 വരെ പപ്പായകൾ. തീർത്തും അതിശയിപ്പിക്കുന്ന കാഴ്ച. പപ്പായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്
കേരളത്തിലെയാണെന്നാണ് വിജയൻപിള്ള പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് പരീക്ഷയുണ്ട്. ഇപ്പോൾ ഈ ഗൾഫിൽ നിന്ന് പോകുന്ന 90% ആൾക്കാർ കൃഷിയിലോട്ടല്ലേ പോണത്. ഇപ്പോൾ ഈ റെല്ലേടി ഇതിൻ്റെ വിത്ത് എത്ര പേർക്ക് കൊടുക്കുന്നു, എത്ര പേരെ വിത്ത് തേടി ഇവിടെ വരുന്നത്. ഇതിൻ്റെ വിത്ത് കൊടുക്കുന്നുണ്ട്, മുരിങ്ങയുടെ വിത്ത് കൊടുക്കുന്നുണ്ട്, ചിയയുടെ വിത്ത് കൊടുക്കുന്നുണ്ട്, നോനിയുടെ വിത്ത് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ കൃഷി വളരെ കൂടുതൽ ഗൾഫ് സെക്ടറിൽ നിന്ന് പോകുന്നൊരു കൃഷിയിലോട്ട് മറങ്ങുകയാണ്. മാത്രമല്ല 22 നാഷണാലിറ്റിയിലുള്ള സ്കൂൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവിടെ അജ്മാനിലും പല സ്കൂളുകളിലും ഈ പപ്പായയുടെ പ്ലാന്റ്സ് ഉണ്ട്. ഈ പപ്പായ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പപ്പായ പല സ്കൂളിലും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പല അറബ്സിൻ്റെയും വീട്ടിലുണ്ട്. ഈ സ്കൂളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അജ്മാൻ സ്കൂളിൽ സാർ തന്നെ അവിടെ സ്കൂൾ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പപ്പായ. ഈ പപ്പായെ പറ്റി ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥ എൻ്റെ സ്പോൺസർ സാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഉയരത്തിൽ എങ്ങനെ നീ ഇതിൽ ഇത്രയും കാ പിടിപ്പിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ സാറ് പറഞ്ഞ ഈ മെത്തേഡ്, ഈ മുരിങ്ങയിലയും അങ്ങനെയുള്ള സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേച്ചുറലായിട്ട്, അതെ, നേച്ചുറൽ വളങ്ങൾ ഉപയോഗിച്ചാണ്, കൃത്രിമമായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് മണ്ണ് ഡേ ബൈ ഡേ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും മണ്ണ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിയുടെ, അതെ, എൻ്റെ ബയോട്ട വർദ്ധിച്ചുകൊണ്ടിരിക്കും. നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ മണ്ണിൻ്റെ ബയോട്ട വർദ്ധിക്കും. എൻ്റെ മൈക്രോ ഓർഗാനിസം പരീക്ഷണങ്ങളിൽ ഇത് ലോകോട്ടേക്ക് ഇങ്ങനെയാണ്. പക്ഷേ മുരിങ്ങയിലേക്ക് ഇങ്ങനെ അത്ഭുതം ഉണ്ടെന്നുള്ളത് എൻ്റെ പരീക്ഷണമാണ്. മുരിങ്ങയിലയുടെ അത്ഭുതം ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. മുരിങ്ങയില കാണിക്കുന്ന അത്ഭുതം അതിഭയങ്കരം തന്നെയാണ്. ഈ തോട്ടം സന്ദർശിച്ച പലരും തായ്വാൻ പപ്പായയുടെ വിത്തുകൾ കേരളത്തിൽ കൊണ്ടുപോയി നട്ടിട്ടുണ്ട്. അതിപ്പോൾ തഴച്ചു വളരുകയുമാണ്. നമ്മുടെ നാട്ടിലെ മണ്ണിൽ അവ ഇവിടത്തേക്കാൾ ഫലം തരും, ഇവിടത്തേക്കാൾ ഗുണവും. നാട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ ഈ പപ്പായ കൃഷി കൊണ്ട് മാത്രം കഴിയുമെന്നാണ് വിജയൻപിള്ള പറയുന്നത്. ഇത് വെറുമൊരു പ്രതീക്ഷയല്ല, പരീക്ഷിച്ച് വിജയിച്ച അനുഭവ സാക്ഷ്യമാണ്. കേരളം പരീക്ഷിക്കാനിരിക്കുന്ന കാർഷിക വിപ്ലവവും ആ ഒരു വിപ്ലവത്തിൻ്റെ കർമ്മസാക്ഷിയാകാൻ വിജയൻപിള്ള പരീക്ഷണങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. പപ്പായയിൽ മാത്രമല്ല, പല പഴങ്ങളിലും പച്ചക്കറികളിലും. അത് ഈ നാട്ടിന് മാത്രമല്ല, കേരളത്തിനും ലോകത്തിനു തന്നെയും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. വിയർക്കുന്ന മുഖം തോർത്തിയിരിക്കും നീയാൾ കരക്കാർക്കായി പുതുനെല്ല്. ഗൾഫ് പനോരമയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.